ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സോഷ്യൽ സയൻസിലെ 7-ാം അധ്യായമായ സമ്പദ്ശാസ്ത്ര ചിന്തകൾ എന്ന അധ്യായമാണ്. സമ്പദ്ശാസ്ത്ര ചിന്തകൾ എന്ന ഈ അധ്യായത്തിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് ഉൽപ്പാദനം എന്താണ്, വിവിധ സമ്പദ്ശാസ്ത്ര ചിന്തയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, സമ്പദ്ശാസ്ത്ര ചിന്തകർ ആരൊക്കെയാണ് എന്നെല്ലാമാണ് നമ്മൾ ഈ അധ്യായത്തിൽ പരിചയപ്പെടുന്നത്. ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം എന്ന് പറയുന്നത്. ഉൽപ്പാദനത്തിൽ സാധനങ്ങളും സേവനങ്ങളും അടങ്ങിയിരിക്കുന്നു. സാധനങ്ങൾ എന്ന് പറയുമ്പോൾ കൃഷി ഉൽപ്പന്നങ്ങളാവാം, നിർമ്മാണ ഉൽപ്പന്നങ്ങളാകാം, അങ്ങനെ വിവിധ തരം സാധനങ്ങളെ നമ്മൾ ഉൽപ്പാദനത്തിൽ സാധനങ്ങളുടെ പട്ടികയിൽ കണക്കാക്കുന്നു. സേവനങ്ങൾ എന്ന് പറയുമ്പോൾ പോലീസ് സേവനം, ഡോക്ടർമാരുടെ സേവനം, അധ്യാപകരുടെ സേവനം, നേഴ്സുമാരുടെ സേവനം, അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സാമൂഹ്യ സേവനങ്ങളെയും നമ്മൾ സേവനങ്ങളുടെ പട്ടികയിൽ കണക്കാക്കുന്നു. ഇപ്രകാരം സാധനങ്ങളും സേവനങ്ങളും ചേർന്നതാണ് ഉൽപ്പാദനം എന്ന് പറയുന്നത്. ഇവ മനുഷ്യൻ്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നവ ആയിരിക്കണം. മനുഷ്യൻ്റെ വ്യക്തിപരവും സാമൂഹികപരവുമായ ജീവിതത്തിൽ ഉൽപ്പാദനത്തിൻ്റെ പ്രസക്തി എത്ര വലുതാണെന്ന് ഇതിനോടകം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അവ ഏതെല്ലാമെന്ന് ഗ്രൂപ്പ് തിരിഞ്ഞ് എല്ലാവരും ചർച്ച ചെയ്യുക. മികച്ച ജീവിത രീതി നൽകുന്നതിനും മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിനും ഉയർന്ന ആയുർദൈർഘ്യം നൽകുന്നതിനും എല്ലാം ഉൽപ്പാദനത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഉൽപ്പാദന പ്രക്രിയയിലെ ഏറ്റവും ആവശ്യമായ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം, വിതരണം തുടങ്ങിയവയാണ്. ഇനി നമ്മൾക്ക് പരിചയപ്പെടേണ്ടത് സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ്. സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, അത് എത്ര അളവിൽ, എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കാം, ഇവയെല്ലാമാണ് സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്? വിഭവങ്ങൾ പരിമിതമായതിനാൽ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ എന്തുൽപ്പാദിപ്പിക്കണമെന്നതാണ് ഏറ്റവും പ്രധാനം. ഭൂമിയിൽ വിഭവങ്ങൾ കുറവാണ്, എന്നാൽ നാൾക്കുനാൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതിനാൽ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഏറ്റവും ഗുണകരമായത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നതാണ് നാം ആദ്യം ചിന്തിക്കേണ്ടത്. അടുത്തതായി നാം ചിന്തിക്കേണ്ടത് അവ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നാണ്. എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, അത് എത്രമാത്രം എന്ന് നാം തീരുമാനിക്കപ്പെട്ടാൽ അതെങ്ങനെ എന്നതാണ് രണ്ടാമത്തെ പ്രസക്തമായ ചോദ്യം. ഇത് ഉൽപ്പാദനത്തിൻ്റെ രീതിയെയാണ് സൂചിപ്പിക്കുന്നത്. സമൂഹത്തിൽ ലഭ്യമായ വിഭവങ്ങളെയും സാങ്കേതിക വിദ്യയെയും അടിസ്ഥാനപ്പെടുത്തി എങ്ങനെ ഉൽപ്പാദിപ്പിക്കാമെന്ന് തീരുമാനിക്കണം. ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കാം? സമൂഹത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാകണം നാം ഉൽപ്പാദനം നടത്തേണ്ടത്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പരിമിതമല്ല. ഓരോ ആവശ്യം നിറവേറുമ്പോഴും പുതിയ ആവശ്യങ്ങൾ കടന്നു വരും. എന്നാൽ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കുവാനുള്ള വിഭവം നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിനാൽ ഈ ആവശ്യങ്ങളുടെ മുൻഗണന നിശ്ചയിക്കേണ്ടത് അനിവാര്യമാണ്. സമൂഹത്തിൽ നമ്മൾ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തിനൊരു സേവനം നൽകുമ്പോൾ അത് ഏറ്റവും അധികം ആവശ്യമായിരിക്കുന്നവർ ആരാണ് എന്ന തരത്തിൽ വേണം അത് ഉൽപ്പാദിപ്പിക്കുവാൻ. സാമ്പത്തിക ശാസ്ത്ര പഠനം കേവലം സമ്പത്തിനെക്കുറിച്ച് മാത്രമുള്ള ഒരു പഠനമല്ല, മറിച്ചത് മനുഷ്യനെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുമുള്ള പഠനം കൂടിയാണ്.